ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി കാണാം കേട്ടോ. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒറ്റൊരു കറി ഉണ്ടെങ്കിൽ വയറ് നിറച്ചും എത്ര ചോറുവാണെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തതുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീഡിയം സൈസുള്ള 2 സവാള നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് കൂട്ടത്തിന് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാധാ മുളക് പൊടി നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അധികം ചേർക്കണ്ട, നല്ല എരിവുണ്ടാവട്ടെ. നമ്മൾ പച്ചമുളകും കൂടി ചേർത്തതല്ലേ, അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു ഉള്ളിയിൽ വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരുമല്ലോ, ആ ഒരു സമയം വരെ വേണം നമ്മൾ നന്നായിട്ടിത് മിക്സാക്കിയിട്ട് എടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് ചൂടാക്കി എടുക്കാട്ടോ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഉള്ളി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. വെള്ളമൊക്കെ പുറത്ത് വന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഉള്ളി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിട്ട് നമ്മൾ ഈ മിക്സിങ് നിർത്താൻ പാടുള്ളൂ. ഇതുപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണൊക്കെ വെച്ചെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കണേ, എന്നാൽ മാത്രമായിട്ടോ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടി വന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമ്മളിതാ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മളെ സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാനൊന്നും പാടില്ല കേട്ടോ. ഒന്ന് ഈ സവാള ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതിയാവേ. അപ്പോൾ ചൂടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു സവാളയിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് മാങ്ങയാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടല്ല ചെയ്യുന്നത്, പഴുത്ത മാങ്ങ വെച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള ഒരു മാങ്ങയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂണോളം തൈരാട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, മാങ്ങയും നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല. ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി കുറഞ്ഞുള്ള തൈരാട്ടോ നല്ലത്. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം തൈരൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. അപ്പം നല്ല സിമ്പിളായിട്ട് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടല്ലേ എന്നും കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുപോലൊന്ന് പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.